റിഫായി റാത്തീബിൽ യാ ഷെയ്ഖ് റിഫായി എന്ന് വിളിച്ച് ആയുധമെടുത്ത് വയറ്റിൽ കുത്തുമ്പോ, കത്തിവെച്ച് വലിക്കുമ്പോ, ആയുധമെടുത്ത് അടിച്ച് ശരീരത്തിൽ പതിക്കുമ്പോ ഒന്നും വരുന്നില്ല. അത് കൺകെട്ടല്ല, മായജാലമല്ല, ഏതെങ്കിലും തട്ടിപ്പല്ല, വെട്ടിപ്പല്ല. ഇതിലെല്ലാം യാഥാർത്ഥ്യങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഉറപ്പ്, ബോധം, ഒന്നും വരില്ല എന്നുള്ള ബോധം. ആ ബോധമാണ് അവരെ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ശരീരത്തിൽ കുത്താനും മുറിവേൽപ്പിക്കാനും അതൊന്നും വരില്ല. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവെ കൊണ്ട് കാവലുണ്ടാകുമെന്നുള്ള ഉറപ്പ്, അതുപോലെയുള്ള മഹാന്മാരെ കൊണ്ട് കാവലുണ്ടാകുമെന്ന ആ ഉറപ്പ്, ആ ഉറപ്പാണല്ലോ അവരെ അതിലൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഇത്തരം ഉറപ്പുകളുള്ളവർ നല്ല ജീവിതം നയിക്കണം. ചില ആളുകളുണ്ടാവും ആത്മീയതയും അതുപോലെയുള്ള റാത്തീവും ഒക്കെ കൊണ്ടുനടക്കും. ചിലപ്പോൾ അള്ളാഹ് ഫർളാക്കിയതൊക്കെ ഒഴിവാക്കും. അള്ളാഹു കാത്തു സലാമത്താക്കുമാറാവട്ടെ. അതും പറ്റൂല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധ ദീനിന്റെ ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അതൊക്കെ പൂർണ്ണമായിട്ട് അനുസരിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖദ് ജാഅതുകും മൗഇലത്തും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് മൗഇലത്ത്, അല്ലാഹുവിന്റെ ദീൻ അത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ജീവിച്ചോളണം. അതനുസരിച്ച് ജീവിച്ചോളണം. ഫശരീഅത്തുൻ അഖദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ജലാ, അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കലാണ്. അതിൽ വിട്ടുവീഴ്ച നടത്താൻ പാടില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അതാണ്. അതോടൊപ്പം ഇത്തരം ആത്മീയ വഴികൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, ഫത്ഹുണ്ടാകും, വിജയങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകുക.